നമസ്കാരം. ലഷ്കർ ഇ തോയ്ബ ഭീകരൻ അബു ഖത്തൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സമാന വിധി ഹാഫിസ് സയ്യിദിനും ഉണ്ടാകാമെന്ന് വിദേശകാര്യ വിദഗ്ധർ. 26/11 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ് ഹാഫിസ് സയ്യിദ്. ലഷ്കർ സ്ഥാപകനായ ഹാഫിസ് സയ്യിദിന്റെ ദിനങ്ങളും എണ്ണപ്പെട്ടുവെന്നാണ് അടുത്ത കൂട്ടാളിയായ അബു ഖത്തലിന്റെ കൊലപാതകം സൂചിപ്പിക്കുന്നതെന്ന് റോവിന്ദർ സച്ദേവ NIയോട് പറഞ്ഞു. ഹാഫിസ് സയ്യിദിന്റെ അടുത്ത കൂട്ടാളി കൊല്ലപ്പെട്ടു. അതിനർത്ഥം സയ്യിദ് അടക്കമുള്ള ഭീകരരെ നിരീക്ഷിക്കുന്നവർ അവർക്ക് അടുത്ത് എത്തിയെന്നാണ്. വാളെടുത്തവൻ വാളാലെ എന്ന് പറയാറുണ്ട്. ഹാഫിസ് സയ്യിദിനും സമാന വിധി നേരിടേണ്ടി വന്നേക്കാം. അബു ഖത്തൽ കശ്മീർ, രജൌരി, പൂഞ്ച്, പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ഉൾപ്പെട്ട ആളാണെന്നും സച്ദേവ് പറഞ്ഞു. തന്റെ അനന്തരവന്റെ വധത്തെ തുടർന്ന് സയ്യിദ് സ്വന്തം സുരക്ഷ ശക്തമാക്കിയിരിക്കാമെന്നും സച്ദേവ് കണക്കുകൂട്ടുന്നുണ്ട്. ഹാഫിസ് സയ്യിദിന്റെ അടുത്ത നീക്കം തന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനും പാക് സൈന്യത്തിന്റെ സഹായം തേടാനായിരിക്കും. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരെന്ന് ആർക്കും പറയാനാവില്ല. പക്ഷേ ഇത് ഇന്ത്യയെ താറടിച്ചു കാട്ടാൻ പാക് അധികൃതർ തന്നെ ചെയ്തു കൂട്ടിയതാവാനും സാധ്യതയുണ്ടെന്നും അഭിപ്രായമുണ്ട്. അബു ഖത്തലിനെതിരായ ആക്രമണത്തിനിടെ പരിക്കേറ്റ വ്യക്തി ചിലപ്പോൾ ഹാഫിസ് സയ്യിദ് തന്നെയാവാമെന്നും വിരമിച്ച മേജർ ജനറൽ ധ്രുവ് സി കട്ടോച്ചും പറയുന്നു. പരിക്കേറ്റ മറ്റേയാളെ പാക് സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അത് ആരാണെന്ന കാര്യം പാകിസ്ഥാൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം അത് ഹാഫിസ് സയ്യിദ് തന്നെയാണെന്ന സൂചനയുണ്ട്. സൈന്യത്തിന്റെ സംരക്ഷണത്തിലാണെങ്കിലും അല്ലെങ്കിലും പാകിസ്ഥാനിൽ ഒരു തീവ്രവാദിയും യഥാർത്ഥത്തിൽ സുരക്ഷിതനല്ലെന്നും ഒടുവിൽ വേട്ടയാടപ്പെടുക തന്നെ ചെയ്യുമെന്നും മേജർ ജനറലൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. 2023 ജനുവരിയിലെ രജൌരി ആക്രമണവുമായി ബന്ധപ്പെട്ട് NIA കുറ്റം ചുമത്തിയ അബു ഖത്തൽ ശനിയാഴ്ച രാത്രിയാണ് അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചത്. ഇയാളുടെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു.